സങ്കല്പ ശക്തിയെ പറ്റി നമ്മൾ ആദ്യം പറയുമ്പോൾ തരംഗത്തെ അറിഞ്ഞിരിക്കും. തോട്ട് വേവ്സിന്റെ തരംഗം എങ്ങനെയൊക്കെ പോകുന്നു, എങ്ങനെ നമ്മളിൽ നിന്ന് ഔട്ട് ആവും. യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിത്രങ്ങളാണ്, സങ്കല്പമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ മതങ്ങളിലും എല്ലാ സയൻസിലും സങ്കല്പ ശക്തി ഒരു നിർണായകമായിട്ട് വന്നേക്കാണ്. നമ്മുടെ ഇഷ്ടപ്രകാര സങ്കല്പത്തെ ഈ നിമിഷത്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ, സ്റ്റിയറിംഗ് നഷ്ടപ്പെട്ട വണ്ടി പോലെയാണ് മൈൻഡ്. ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനന്തമായ സബ്ജക്ട്. അത് കലാലയങ്ങളിൽ പോയി പഠിക്കാനും പറ്റൂല, അത് എഴുതി വെച്ചേക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാനും പറ്റും. ഞാൻ ഡോക്ടർ സയ്യിദ് സിറാജുദ്ദീൻ, ആയുർവേദ ഡോക്ടറാണ്, കാലിക്കറ്റിലാണ്. ഇന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാസ്റ്ററോട്. സങ്കല്പ ശക്തിയുടെ പ്രാധാന്യം എന്താണ്, അതുമായി ഇത് സയൻസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സങ്കല്പ ശക്തി? സങ്കല്പ ശക്തി ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നതല്ല. ക്ലാസിക്കൽ ഫിസിക്സിൽ ആറ്റം, അറ്റോമിക് തിയറി, ഇങ്ങനെയുള്ള എനർജിയുടെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സങ്കല്പ ശക്തിയിൽ ഇതൊന്നും വരുന്നില്ല. ക്ലാസിക്കൽ ഫിസിക്സിൽ ഇത് സങ്കല്പ ശക്തി എന്ന് പറയാൻ ക്വാണ്ടം തിയറി അറിഞ്ഞേ പറ്റൂ, തോട്ട്സിന്റെ ഫ്രീക്വൻസി അറിഞ്ഞേ പറ്റൂ. സയൻസ് ഇതുവരെ 6-7 കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി കണ്ടുപിടിക്കാത്ത അനന്തമായ ഫ്രീക്വൻസി അറിയേണ്ടി വരും. പ്രപഞ്ചം തന്നെ അതിവിസ്മയമാണ്. ഒരു സ്റ്റാറിൽ നിന്ന് ഒരു സ്റ്റാറിലേക്കുള്ള ദൂരം തന്നെ ലൈറ്റ് ഇയർ ആണ്. അതായത് ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ തന്നെ ട്രില്യൺ കണക്കിന് വർഷം, അതായത് പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ഈ ലൈറ്റ് ഇയർ. അപ്പൊ അത് ട്രില്യൺ കണക്കിനാണ് അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കവർ എഴുതി വന്നാൽ കിട്ടുക നമുക്ക്. അപ്പൊ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാറിൽ നിന്നുള്ള സ്റ്റാറിലേക്കുള്ള ദൂരം തന്നെ അതിന്റെ വേഗതയും അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ദശലക്ഷം, അതായത് ലൈറ്റ് ഇയർ, ട്രില്യൺ കണക്കിന് വർഷങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ വർഷം എടുക്കും ലൈറ്റിന്റെ അകത്ത്. അത്രയുള്ള ദൂരത്തിൽ നിന്നാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പൊ സങ്കല്പ ശക്തിയെ പറ്റി നമ്മൾ ആദ്യം പറയുമ്പോൾ തരംഗത്തെ അറിഞ്ഞിരിക്കും. തോട്ട് വേവ്സിന്റെ തരംഗം എങ്ങനെയൊക്കെ പോകുന്നു, എങ്ങനെ നമ്മളിൽ നിന്ന് ഔട്ട് ആവുന്നു. അപ്പൊ സങ്കല്പമാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ. കാരണം എന്താണ്, നമ്മൾ പറയുന്നതിലും കൂടുതൽ പറയുമ്പോൾ എല്ലാവർക്കും ലാംഗ്വേജ് വ്യത്യാസം വരും. ഇപ്പൊ നമ്മളൊരു മാഗയെ മനസ്സിൽ കാണാണ്, അല്ല മാഗയെ നമ്മൾ പറയാണ്. പല ലാംഗ്വേജുകാരെ പല പേരിലും പറയും ഒരു മാങ്ങയെ. പക്ഷെ എല്ലാവരോടും പറയണം, പല രാജ്യക്കാര് മാങ്ങയെ അവരവരുടെ ലാംഗ്വേജിൽ പറയും. പക്ഷെ എല്ലാ രാജ്യക്കാരും മാങ്ങയെ മനസ്സിൽ കാണുന്ന എങ്ങനെയായിരിക്കും, ഒരേ രീതിയിൽ കാണും. അപ്പൊ യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിത്രങ്ങളാണ്, സങ്കല്പമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ മതങ്ങളിലും എല്ലാ സയൻസിലും സങ്കല്പ ശക്തി ഒരു നിർണായകമായിട്ട് വന്നേക്കാണ്. അവിടെയും സങ്കല്പം എങ്ങനെയായിരിക്കണം, ഈ നിമിഷത്തിൽ. മറ്റത് കാലദൈർഘ്യത്തിൽ നിന്നുള്ള സങ്കല്പമാവും. അതൊരു ദിവാസ്വപ്നമായി മാറും, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടു വെറുതെ ഇരിക്കുന്ന ഒരു പാഴ് സ്വപ്നമായി മാറും. ഈ നിമിഷത്തിലോ അത് 340 ഔട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ ഗാമയിലേ ഔട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ സൂക്ഷ്മമായ തലത്തിലെ ആ എനർജി പ്രൊജക്ട് ആവുള്ളൂ. അപ്പൊ അത് ഗുണം കാലത്തിനും സമയത്തിനും അതീതമായിട്ട് സംഭവിപ്പിക്കും. ഇപ്പൊ നമ്മൾ പല ആചാരങ്ങളിലുണ്ട്, നീ മനസ്സിൽ സങ്കല്പിക്കുക, നീ മനസ്സിൽ നിയത്തി എഴുതുക, സങ്കല്പ ശക്തിയെ ഉപയോഗിക്കുക, വിചാരിക്കുക, അതിതീവ്രമായിട്ട് ഈ നിമിഷത്തിൽ വിചാരിക്കുക, അത് എവിടെയായാലും നടന്നോളൂ എന്നൊക്കെ ക്വാണ്ടം തിയറിയിൽ പറയുന്നില്ലേ. അപ്പൊ ക്വാണ്ടം തിയറിയുടെ പ്രകാരം സയൻസിലേക്ക് ഇത് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സദാസമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടവേളയില്ല. നമ്മൾ കാണുന്നതും ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒക്കെ തരംഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സങ്കല്പത്തെ എടുത്തിട്ട് കൊടുക്കുകയാണ് ഈ നിമിഷത്തിൽ. അതെ, അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മെഡിറ്റേഷൻ ചെയ്യൽ ആവശ്യമാണ്. മെഡിറ്റേഷൻ വന്നാലാണ് നമ്മുടെ ഇഷ്ടപ്രകാര സങ്കല്പത്തെ ഈ നിമിഷത്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ, സ്റ്റിയറിംഗ് നഷ്ടപ്പെട്ട വണ്ടി പോലെയാണ് മൈൻഡ്. അതായത് മൈൻഡ് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും, മൈൻഡിന്റെ തോട്ട്സ് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ സങ്കല്പ ശക്തി നമുക്ക് ഉപയോഗിച്ച് ഹീലിംഗ് ചെയ്യാം. ക്വാണ്ടം തിയറി പ്രകാരം ഊർജത്തെ കൺവേർട്ട് ചെയ്യാം, എങ്ങനെ ഫിസിക്കൽ രൂപത്തിലേക്ക് ആക്കാം. അപ്പൊ ഫിസിക്കലി അത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഒരു സങ്കല്പ ശക്തി കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്നത് നടക്കുന്നു. ഇങ്ങനെ ഒരു സങ്കല്പം കൊടുത്താൽ ആദ്യം വിചാരിക്കേണ്ടത് നമ്മളിൽ നിന്ന് തരംഗം പോകുന്നു, നമ്മളൊരു സ്ഥലം കണ്ടിട്ടുണ്ടാവും, അവിടെ ചെന്ന് ഈ ഊർജ്ജം നിറയുന്നു. അതൊരു ചെറിയ അളവിലല്ല, കാരണം യൂണിവേഴ്സൽ ലെവലിൽ ചിന്തിച്ചാൽ അത് പിടികിട്ടും. നമ്മൾ ചിന്തിച്ചത് അതിതീവ്രമായിട്ട് ഈ നിമിഷത്തിലാണ്. അപ്പോൾ എന്തായാലും അത് കണിക ഫ്രീക്വൻസിയിലേ പോയിട്ടുണ്ടാവുള്ളൂ. 342 ഹെർട്സ്, ഗാമ അല്ലെങ്കിൽ ഹ്യൂമൻ റെസൊണൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടാത്ത ട്രാക്കിങ്ങിനെയാണ് അത് പോയേക്കണത്. അപ്പൊ അവിടെ 3 തരത്തിൽ അവിടെ സംഭവിക്കും. 3 പല തരത്തിൽ. ഒന്ന്, ഡയറക്റ്റ് കയറി ഹിറ്റ് ചെയ്ത് അവിടെ ആ സംഭവം അങ്ങോട്ട് നടത്തും, അതൊരു ഉന്നതമായ അവസ്ഥ. 2, ഈ ഊർജം തന്നിട്ട് സാഹചര്യങ്ങളെ സൃഷ്ടിക്കും, എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. 4, എന്തിലാണോ ഇത് നടക്കേണ്ട ആ വസ്തുവിൽ തന്നെ കയറി ഇടപെട്ട് നടത്തും. ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് ഊർജത്തെ മാറ്റിമറിക്കുകയാണ്. അവിടെയുള്ള ഊർജത്തെ
ഈ ഊർജം ചെന്നെല്ലാം മാറ്റിമറിച്ചിട്ട് മനുഷ്യന്റെ കണ്ണിലേക്ക് കാണാൻ പാകത്തിന്, മനുഷ്യന്റെ ദൃഷ്ടിയിലേക്ക് വരാൻ പാകത്തിന് ഒരു സംജാതമായ ഒരു പ്രതിഭാസമാക്കി മാറ്റുകയാണ്. അവിടെയാണ് അത് നടക്കുന്നത്. അതാണ് സങ്കല്പ ശക്തി. സയൻസുമായിട്ട് ക്വാണ്ടം തിയറിയിൽ വരുന്നതാണ്. ക്ലാസിക്കൽ ഫിസിക്സിൽ ആറ്റമിക് തലത്തിൽ ആറ്റം, അത് പിന്നെ പ്രകാശത്തിന്റെ വേഗത, അതിന്റെ എനർജി, രൂപങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ മനുഷ്യന്റെ തോട്ട്സ് വേവ്സും യൂണിവേഴ്സിന്റെ നിലനിൽപ്പും അസ്തിത്വവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്വാണ്ടം തിയറിയിൽ വരുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലാണ്, കാരണം ടൂൾസ് ഇല്ല. ഇപ്പൊ ക്വാണ്ടം തിയറി പഠിക്കാൻ ടൂൾസ് ഇല്ല നമ്മുടെ കാണിച്ചു കൊടുക്കാനൊന്നും. കാരണം എല്ലാം തന്നെ അദൃശ്യമായ കാര്യങ്ങളാണ്. ഈ 5% നിലനിൽക്കുന്ന കാര്യത്തിൽ നിന്നാണ് ക്ലാസിക്കൽ ഫിസിക്സ് നടക്കുന്നത്. 5% കണ്ണിന് കാണാൻ പറ്റുന്നതും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും പ്രൂവ് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു സ്റ്റേജിൽ നിന്നാണ് ക്ലാസിക് ഫിസിക്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാണ്ടം തിയറിയോ ഒരു ടൂൾസ് പോലും നമ്മുടെ കയ്യിലില്ല. എക്സാമ്പിൾ പറയണം, കറണ്ടിനെ എനിക്ക് കാണിച്ചു തരും, കാണിക്കാൻ പറ്റുമോ? ക്വാണ്ടം തിയറിയിൽ നിന്നിട്ട് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഭൂമി കറങ്ങുന്നു, അതായത് ഒരു സ്റ്റാറിൽ നിന്ന് സ്റ്റാറിലേക്ക് ഡിസ്റ്റൻസ് ഇത്രയും പറഞ്ഞു, ലൈറ്റ് ഇയർ. അപ്പൊ എനിക്ക് ഈ ചെറിയൊരു ഭൂമിയുടെ കാര്യം എന്തായിരിക്കും? ഈ ബ്രഹ്മാണ്ഡം, ഈ ഗാലക്സി, എത്രയോ ഗാലക്സികൾ, അപ്പൊ പ്രപഞ്ചത്തിന്റെ എഡ്ജ് തന്നെ ഒരു എക്സ്പ്ലനേഷനും സാധ്യമല്ല, ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ സങ്കല്പശക്തിയെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനെ പറ്റി ഒരു സൂക്ഷ്മ തലത്തിൽ ഒരു ധാരണ നമുക്ക് വേണം. എങ്ങനെ ചിന്തകൾ പോകുന്നു, ഈ ചിന്ത എത്ര സ്പീഡിൽ പോകുന്നു, സ്പീഡിനെ അതിജീവിച്ച് എന്ത് സംഭവിക്കുന്നു, ഇത് ചെന്ന് എവിടെ ഹിറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നുണ്ടോ ഊർജം, തിരിച്ചു വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി എന്താണ്, പോയത് എന്തിനെയൊക്കെ വഹിച്ചാണ്, ഈ തരംഗം എവിടെ നിന്ന് കടന്നുപോയി, ഈ തരംഗം എങ്ങനെയാണ് ഇതിന്റെ റൂട്ട്, ഇത് എവിടുന്ന് ശരീരത്തിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞിട്ട് ബ്രെയിനിൽ നിന്ന് എങ്ങനെ പോയി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ക്വാണ്ടം തിയറിയിൽ വരുന്നുണ്ട്. ഫിസിക്സുമായിട്ട്, ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനന്തമായ സബ്ജക്ട്. അത് കലാലയങ്ങളിൽ പോയി പഠിക്കാനും പറ്റൂല, അത് എഴുതി വെച്ചേക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാനും പറ്റില്ല. അത് അനുഭവിച്ചും അല്ലാതെയുമുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടതാണ്. പഠിക്കാനുള്ള ചാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ക്ലാസിക് ഫിസിക്സ് ഇപ്പൊ നമ്മൾ നോർമൽ ഫിസിക്സിൽ PhD എടുക്കും, ഒരു ക്വാണ്ടം ഫിസിക്സിൽ എടുക്കണമെന്നുള്ള നടപടിയാവൂല. കാരണം അങ്ങനെ ഒരു സബ്ജക്ട് നിലവിൽ ഒരു റിട്ടൺ പ്രൂവ് ആയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ സങ്കല്പ ശക്തി ഇന്നതാണ്. തരംഗം കാലത്തിനും സമയത്തിനും അതീതമായിട്ട് ഈ നിമിഷത്തിൽ കയറി ഇടപെടുന്ന, മനുഷ്യനിൽ നിന്ന് പോകുന്ന ആ രീതിക്കാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് സർവത്ര മേഖലയിലും സമസ്ത ലോകത്തും സകല ദുനിയാവിലെ ഏത് പ്രതിഭാസത്തിലും കയറി ഉപയോഗിക്കാം. അത് ആരുടെയുമല്ല, സങ്കല്പശക്തി ഒരു മതത്തിന്റെയുമല്ല, ഒരു മനുഷ്യന്റെ ബോധത്തിൽ നിന്ന് പോകുന്ന ചിന്താ തരംഗങ്ങൾ. ഈ നിമിഷത്തിലുള്ള ഇതിനെ സങ്കല്പശക്തി എന്ന് പറയുന്നു. ഇത് എങ്ങനെ ആക്കാം? എല്ലാവർക്കും സങ്കല്പമുണ്ട്, അത് ദിവാസ്വപ്നാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ റിച്ച് ആവുന്നു, ഞാൻ പണക്കാരനാവും. ഒരാൾ 1 മണിക്കൂർ നേരം വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ആവിഷ്കാരം വിചാരിച്ചിരുന്നു. പക്ഷെ അത് സൂക്ഷ്മതലത്തിലല്ല, അത് ഭൗതികത്തിൽ ചിന്തിക്കുന്നതാണ്. അത് ദിവാസ്വപ്നായി ജീവിതം വ്യർത്ഥമാവുള്ളൂ, അർത്ഥശൂന്യമാവുള്ളൂ. കാരണം ഒന്നും വരാനില്ല അതിൽ നിന്ന്. അപ്പൊ സങ്കല്പശക്തി ഉപയോഗിക്കേണ്ട അങ്ങനെ സങ്കല്പം കൊടുത്തിട്ട് ഭൗതികത്തിൻ്റെതായ എഫേർട്സിലേക്ക് നമ്മൾ ഇറങ്ങാൻ പറ്റും. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്ന ഭൗതികത്തിന് ചെയ്യാനുള്ള ചെയ്യുകയും ചെയ്യണം, അതിന്റെ കൂടെ സങ്കല്പം. അപ്പോൾ എഫേർട്സ് പ്ലസ് ഇമാജിനേഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. ആ ഒരു ഫോർമുലയിലേക്ക് വരും. അത് നേരെ ക്വാണ്ടം തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. താങ്ക് യു.